കേരളത്തിലേതടക്കം തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നാളെ തുടക്കമാവുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുത്ത വിവരം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചതായിട്ടാണ് വിവരം. പശ്ചിമബംഗാളിലെ പാർട്ടിയുടെ തിരിച്ചുവരവടക്കം യോഗം ചർച്ച ചെയ്യും. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. കേരളത്തിൽ നേരിട്ട കനത്ത തോൽവി, അതിൽ അതിരൂക്ഷ വിമർശനമാണ് പിണറായിയും MP ഗോവിന്ദനും അടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ നമ്മൾ പലയിടത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം, അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച വിമർശനങ്ങളും ഉയരുന്നു എന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? സ്വാഭാവികമായും കേരളത്തിലെ കനത്ത തിരിച്ചടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നലെ തന്നെ MP ഗോവിന്ദനടക്കം ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും ഉയർന്നിട്ടുള്ള ആക്ഷേപമടക്കം കേന്ദ്ര കമ്മിറ്റി യോഗം കൂടുമ്പോൾ ചർച്ചയാകേണ്ടതാണ്. പിണറായി വിജയൻ എങ്ങനെയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവായത് എന്ന ചോദ്യം അംഗങ്ങൾ തന്നെ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി അംഗീകരിച്ചിട്ടും പിന്നീട് പോളിറ്റ് ബ്യൂറോയിൽ വോട്ടിനിട്ടാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. ആകെ 18 അംഗങ്ങളിൽ ഒരാൾ പങ്കെടുത്തില്ല. ബാക്കി 17 പേർ ഓൺലൈനായി ചേർന്നപ്പോൾ 10 പേരാണ് പിണറായി വിജയനെ അനുകൂലിച്ചത്. 7 പേർ എതിരായിരുന്നു. ആ സ്വാഭാവികമായ എതിര് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയരാനുള്ള സാധ്യതയുണ്ട്. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ മാറി നിൽക്കുകയായിരുന്നു വേണ്ടത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരാനിടയുണ്ട്. ഒപ്പം തന്നെ 75 വയസ്സ് എന്ന പ്രായപരിധി പിണറായി വിജയന് മാത്രമായി മാറ്റിക്കൊടുത്തത് മുഖ്യമന്ത്രിയാണ് എന്ന ആനുകൂല്യത്തിലാണ്. പിന്നീട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായി തുടരാനാവുക എന്ന ചോദ്യം കൂടി അംഗങ്ങൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾക്കാണ് ദില്ലിയിൽ നാളെ തുടക്കമാകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. MP ഗോവിന്ദനടക്കമുള്ളവർ ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഒപ്പം തമിഴ്നാട്ടിലെ പ്രകടനം, പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രകടനം എന്നിവയും യോഗത്തിൽ ചർച്ചയാകും. തീർച്ചയായിട്ടും CPIM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ തുടങ്ങുകയാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.